എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എടാ മക്കളെ, +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒത്തിരി വിദ്യാർത്ഥികൾ അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ചോദിക്കുന്നുണ്ട്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇതും. അപ്പോൾ ഇംപ്രൂവ്മെന്റ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫിസിക്സിനെ പറ്റിയിട്ടുള്ളതാണ്. അതായത് ഫിസിക്സിന്റെ ചാപ്റ്റേഴ്സുകളിൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ. സോ ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, പല ക്ലാസ്സുകളിൽ നിങ്ങൾ കാണുന്ന സമയത്ത് കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം അല്ലേ? സോ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു മുമ്പ് നമ്മുടെ ടോപ്പിക്സുകൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ടോപ്പിക്സ് വളരെ കൃത്യമായിട്ട് അതിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അഡീഷണൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ ഫിസിക്സിലെ മാർക്ക് ഉയരുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 4 മാർക്കിനാണ് ചോദ്യം ചോദിക്കുന്നത്. ഈ 4 മാർക്കിൽ 1 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടരുത്. സോ അതിനുവേണ്ടി ഏതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ ആ ഭാഗങ്ങൾ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സും, പിന്നെ PYQ ക്വസ്റ്റ്യൻ വിത്ത് സോൾവ്ഡ് ആൻസർ. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്സുകൾ വായിക്കുന്ന സമയത്ത്, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജുകളായിട്ടുള്ള ടെയിൽസ് ഓഫ് സ്റ്റുവേർഡ്സും അതോടൊപ്പം തന്നെ ബ്രോ എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞ പേജും ഫോളോ ചെയ്ത് ഡൗട്ട്സുകൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക് ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കും. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രമാണ് പറയുന്നത്. സോ നിങ്ങൾ ഈ ടോപ്പിക്സ് നിങ്ങൾ ഓൾറെഡി +1 വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കുകളും നോട്ട്സ് ബുക്കുകളും ഗൈഡുകളും ഒക്കെ ഉണ്ടായിരിക്കും. സോ ഈ ടോപ്പിക്സിന്റെ നോട്ട്സ് നിങ്ങളെ കാണും. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതില്ലാത്ത വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൃത്യമായിട്ട് നോട്ട്സുകളും അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്സിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താണ്, ഇതിന്റെ എല്ലാം എക്സാമ്പിൾ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണ്, അതിന് എക്സാമ്പിൾ എന്താണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ആ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളുണ്ട്. നമ്മൾ അതിനെ ഫണ്ടമെന്റൽ യൂണിറ്റ്സുകൾ എന്ന് പറയും. പലതവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അതിന്റെ യൂണിറ്റ്സുകളും. സോ നെക്സ്റ്റ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു പോർഷൻ ഫണ്ടമെന്റൽ യൂണിറ്റ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്സുകൾ ഒന്നുകൂടെ പറയാം. നിങ്ങൾ നോട്ട്ബുക്ക് ഒക്കെ എഴുതി ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കുക. ആദ്യം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതിനുശേഷം ഫണ്ടമെന്റൽ യൂണിറ്റ്സുകൾ. ഫണ്ടമെന്റൽ യൂണിറ്റ്സുകൾ കൂടാതെ 2 സപ്ലിമെന്ററി യൂണിറ്റുകൾ കൂടിയുണ്ട്. അപ്പൊ നെക്സ്റ്റ് പഠിക്കേണ്ടത് ഈ 2 സപ്ലിമെന്ററി യൂണിറ്റുകളെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഇല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ നോട്ട്സിൽ ഇതെല്ലാം ഉണ്ട്. സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ആ നോട്ട്സ് എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് പഠിക്കുക, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പഠിക്കുക, ഫണ്ടമെന്റൽ യൂണിറ്റ്സുകൾ പഠിക്കുക, അതോടൊപ്പം തന്നെ നെക്സ്റ്റ് പഠിക്കേണ്ടത് സപ്ലിമെന്ററി യൂണിറ്റ്സുകളെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? പലതവണ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്ന്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ എന്താണ്, അതോടൊപ്പം തന്നെ ലൈറ്റ് ഇയർ എന്താണെന്നുള്ളത്. സോ അടുത്തതായി നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ലൈറ്റ് ഇയറും അസ്ട്രോണമിക്കൽ യൂണിറ്റും നമ്മൾ പഠിക്കേണ്ടതായിട്ട്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുലകളെ പറ്റി പഠിക്കണം. അതായത് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഏകദേശം നിങ്ങൾക്ക് ഒരു 10-29ഓളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഡയമെൻഷണൽ ഫോർമുല കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പല പ്രോബ്ലംസുകളും നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അത് മാത്രമല്ല, ഈ ഡയമെൻഷണൽ ഫോർമുലയുമായി ബന്ധപ്പെട്ട് 1 വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. നമുക്ക് ചില ഡയമെൻഷണൽ ഫോർമുലകൾ നമുക്ക് ഇക്വേഷൻസുകൾ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും അല്ലേ? അതായത് ഓൾറെഡി 2-3 ഡയമെൻഷണൽ ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് അതിന് മറ്റ് ഇക്വേഷൻസുകൾ സോൾവ് ചെയ്ത് നമുക്ക് പല ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ഡയമെൻഷണൽ ഫോർമുലകൾ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയും. സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇത് മാത്രമല്ല, ഈ ഒരു ടോപ്പിക്കിനെ കണക്ട് ചെയ്തിട്ട് 1 മാർക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഫോർ എക്സാമ്പിൾ, ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകൾ ഏതൊക്കെയാണ്? ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് സെയിം ഡയമെൻഷൻ ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസുകൾ ഏതൊക്കെയാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അതുപോലെ യൂണിറ്റ് ഉണ്ട് പക്ഷെ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയമെൻഷണൽ ഫോർമുല എല്ലാത്തിന്റെയും കൃത്യമായി പഠിക്കണം. നമ്മളിപ്പോൾ 2, 3, 4 ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരം
എഴുതാൻ വേണ്ടി കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ക്വാണ്ടിറ്റീസിനെയും ഡയമെൻഷണൽ ഫോർമുല കൃത്യമായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്കറിയാം ഇത്രയും ഡയമെൻഷണൽ ഫോർമുല പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എഴുതി തന്നെ പഠിക്കുക. എല്ലാ മക്കളും ഡയമെൻഷണൽ ഫോർമുല കൃത്യമായിട്ട് എഴുതി റിപ്പീറ്റ് ആയിട്ട് എഴുതി തന്നെ പഠിക്കുക. കാരണം അതിന്റെ ഒരു പവർ മാറിയാൽ പോലും, അതിന്റെ ഒരു വാല്യൂ മാറിയാൽ പോലും നമ്മുടെ ഉത്തരത്തിനെ അത് കൃത്യമായിട്ട് ബാധിക്കുന്നതാണ്. സോ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്ന ചോദ്യം നിങ്ങൾ എഴുതി തന്നെ പഠിക്കേണ്ടതാണ്. അടുത്ത ടോപ്പിക് ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ഒരു തരത്തിലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ ചോദ്യങ്ങളും ഓൾമോസ്റ്റ് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണും. സോ ഈ ഒരു ചോദ്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇത് പൊതുവെ ഒരു 3 മാർക്ക് 4 മാർക്ക് ചോദ്യമൊക്കെ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് കണക്ട് ചെയ്ത് ABC എന്ന് പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന്റെ B പാർട്ടിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് മാത്രമല്ലാതെ 2 മാർക്കിനും ഒക്കെ നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻസും ലിമിറ്റേഷനും വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതാണ്. ഈ ആപ്ലിക്കേഷൻസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് പല തവണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഇക്വേഷൻ കാണും, ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ്, LHSഉം അതുപോലെ തന്നെ RHSഉം ഈക്വൽ ആണ് എന്ന് നമ്മൾ കാണിക്കണം. എങ്ങനെ, ഡയമെൻഷനലി കാണിക്കണം അല്ലേ. അപ്പൊ അതിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഹാഫ് MV² ഈസ് ഈക്വൽ ടു MGH എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ MC² ഈസ് ഈക്വൽ ടു MGH എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. അപ്പൊ ഈ 2 ഇക്വേഷൻസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അഡീഷണൽ ആയിട്ട് പല ചോദ്യങ്ങളും നമ്മൾ നമ്മുടെ നോട്ട്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ് എന്ത്, ഡിറൈവ് ആൻ ഇക്വേഷൻ അല്ലേ. വേരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകളുടെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കുക. അതിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഉണ്ട്, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇത്തരത്തിൽ പല നിങ്ങൾ പ്രാക്ടീസ് ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എത്തിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ഈ ആപ്ലിക്കേഷൻ, അതിന്റെ ലിമിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണെന്ന് നിങ്ങൾക്ക് ഒരു ഡിജിറ്റ് തരും, അല്ലെങ്കിൽ ഒരു നമ്പർ തരും. അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. സോ അതും ഈ പരീക്ഷയ്ക്ക് നമുക്ക് 1 മാർക്കിന് അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരു പാർട്ടായിട്ടൊക്കെ തന്നെ ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗർ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഫിസിക്സിൽ ഈ ടൈപ്പ് ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആദ്യം നോട്ട്സ് പഠിക്കുക, PYQ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ ചെയ്ത് നോക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അഡീഷണൽ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഈ ഇക്വേഷൻ കറക്റ്റ്നെസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ വേണ്ടി കഴിയൂ. അപ്പോൾ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ 4 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പാസ്സാകാത്ത മക്കൾക്കും അതുപോലെ തന്നെ ഡബിൾ പാസ് നേടാനും ഇനി ഈവൻ A+ലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു 4 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾ അത് ഒരു ഉപേക്ഷയും വിചാരിക്കാതെ വളരെ കൃത്യമായിട്ട് പഠിക്കുക, എഴുതി പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കണം. വായിച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല ഇത്. ഫിസിക്സിലെ ഡയമെൻഷണൽ ഫോർമുല ഒക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതി പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഫിസിക്സിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ നോട്ട്സുകൾ കാണും. അപ്പൊ അത് നോക്കി നിങ്ങൾ പഠിക്കുക. നമ്മളും നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. PYQ ക്വസ്റ്റ്യൻസും അഡീഷണൽ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ആ നോട്ട്സിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒന്നെങ്കിൽ അത് ചെയ്യുക. ഇനി അതല്ല, നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ സൈലത്തിന്റെ ആയാലും എഡ്യൂപോർട്ടിന്റെ ആയാലും ഈ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ, മാരത്തോൺ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഒരു 12 മണിക്കൂറൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ ആദ്യത്തെ ഒരു മണിക്കൂർ ചിലപ്പം ഈ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ടായിരിക്കും. അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കാണുക. അങ്ങനെ ടോപ്പിക്സ്, ആ ഒരു പോർഷൻ, അതിന്റെ തിയറി പോർഷൻസ് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ ക്ലാസ് കേട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ക്ലാസ് കേട്ട് അപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് അപ്പം തന്നെ ഒന്ന് എഴുതി നോക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും, ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ നമ്മൾ പഠിക്കുക. പിന്നെ ഈ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. കാരണം ഡയമെൻഷണൽ ഫോർമുല പഠിക്കാനുണ്ട്, ഇക്വേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മാറിപ്പോകരുത്. അപ്പൊ ആ സ്റ്റെപ്പ് നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കണമെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ എഴുതി തന്നെ പഠിക്കണം. അതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ മക്കളെല്ലാവരും ഈ ചാപ്റ്റർ എഴുതി പഠിക്കുവാൻ തന്നെ ശ്രമിക്കേണ്ടതാണ്. ഓക്കെ.